വസുന്ധര വീട് വിട്ടിറങ്ങിപ്പോകാൻ കാരണം ഉദയന്റെ നന്ദനയുടെ നാടക ജീവിതമാണെന്ന് ബാലരാമവർമ്മ. വസുന്ധര വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോയെന്ന് യതീന്ദ്രനെ അറിയിക്കുന്ന പ്രതാപവർമ്മ. അമ്മയെ അന്വേഷിച്ച് എങ്ങോട്ട് പോകണമെന്ന ആശങ്കയുമായി ഉദയനും മറ്റുള്ളവരും. എന്റെ മനസ്സ് കല്ലാണെന്ന് നന്ദന കരുതരുതെന്ന് ഉദയൻ നന്ദനയോട്. അമ്മയുടെ തിരോധാനം സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് ഉദയൻ. ഹരിപ്രസാദിനെ കാത്തിരിക്കുന്ന പ്രഭാകരനും രേണുകയും ഇനി തുടർന്ന് കാണുക. ഇത് മനഃപൂർവ്വ അവൻ ഇത്തവണയും നമ്മളെ പറ്റിക്കുന്നാ തോന്നുന്നത്. അങ്ങനെയല്ല സംഭവിച്ച രേണുകെ ശുപാർശ കൊണ്ട് വന്നേക്കരുത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അവൻ വരും. എന്നിട്ട് എവിടെയടി? ഇപ്പൊ എന്താന്നും വേണ്ടാത്തത്? ഹോ, എന്തൊരു ബഹളായിരുന്നു. ഒരു സൂചന പോലും കൊടുക്കല്ലേ, നാളെ വിവരം അറിയിക്കാം. നിന്നോടാ പറഞ്ഞത്. എന്താ ചോമാവ, ഒരു കമ്മിറ്റിയാണെന്ന് തോന്നല്ലോ. നീ വരാൻ വൈകുന്നത് എന്താണെന്നും പറഞ്ഞ് അച്ഛൻ ഇവിടെ നോക്കിയിരിക്കായിരുന്നു. എന്റെ പൊന്നു കരിയെ, വിളിക്കുമ്പോ ഫോൺ എടുക്കാനുള്ള സന്മനസ് കാണിക്കണേ. സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കുകയും ചെയ്യരുത്. മനഃപൂർവ്വമല്ല, റേഞ്ച് ഇല്ലാതെ വരുമ്പോൾ തനിയെ ഓഫായി പോകുന്ന. അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് എന്താ അമ്മ? ഓ, ഒരു തലവേദനയും പനിയും. എന്നിട്ട് ആശുപത്രി പോയില്ലേ? ഓ, അതിനു വേണ്ടിയൊന്നും ഇല്ലായിരുന്നു മോനെ. വിളിച്ചു പറഞ്ഞപ്പോ ഞാനങ്ങ് പേടിച്ചുപോയി. വൈറൽ ഫീവറിന്റെ തുടക്കമാണെന്ന് വിചാരിച്ചു. നീ വരുമെന്ന് പറഞ്ഞപ്പം ഇവിടെ അസുഖം മുക്കാലും അങ്ങ് പോയി. സതിയമ്മേ ശ്രുതിയൊക്കെ എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഡാ, ആ അളിയൻ പയ്യൻ വന്നില്ലല്ലോ. എടാ, സജീവന്റെ കാര്യ. നാളെ അളിയനാകേണ്ടിവനല്ലേ? സജീവ് 2-ാം തീയതി വരുള്ളൂ. നീ ഈ ബാഗ് കൊണ്ട് വെച്ചിട്ട് കുളിക്കുന്നെങ്കിൽ കുളിച്ചിട്ട് വാ. ഇനി വൈകിട്ടേ കുളിക്കുന്നുള്ളൂ. അതിന്റെ കാര്യമുള്ള നീ. അമ്മയെ കണ്ടിട്ട് സുഖമില്ലാത്തതിന് ലക്ഷണമൊന്നുമില്ല. എന്നാ നീ അകത്ത് പോയി മൂടി പൊതിച്ച് കിടക്കുകയാണ്. അസുഖത്തിന്റെ ലക്ഷണം ഉണ്ടാകട്ടെ. എടാ, അസുഖമില്ലെന്ന് അറിയുമ്പോ സമാധാനിക്കല്ലേ വേണ്ടത്. അപ്പോ അമ്മയ്ക്ക് ശരിക്കും അസുഖമില്ല. വിളിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാ. കള്ളം പറഞ്ഞ് എന്തിനാ അമ്മേനെ വിളിച്ചു വരുത്തിയത്? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അല്ലാതെന്താ? അങ്ങനെ പറഞ്ഞാൽ ഞാൻ വരുമായിരുന്നല്ലോ. നിനക്കെന്താടാ മൊത്തത്തിലൊരു സംശയം പോലെ? ഒരു അവധി ദിവസം വന്നപ്പോ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? തലേ ദിവസമേ വരണമെന്ന് പറയുക, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. നാളെയാണെങ്കിൽ ഞായറാഴ്ചയും. നാളെ കഴിഞ്ഞ പിന്നെ തിങ്കളാഴ്ച. അതിനിപ്പോ എന്ത് വേണമെന്നാ? പ്രഭാര, അത് പിന്നെ അച്ചൂട്ടൻ കേട്ടില്ലേ? ഇവനൊരു മതി കുത്തി കുത്തി. എന്തോ നടാരി ഇത്. ഇതുപോലൊരു ഞായറാഴ്ച എന്നെ പ്ലാൻ ചെയ്ത് വിളിച്ചു വരുത്തിയത് ഞാൻ മറന്നിട്ടില്ല. അന്ന് അമ്മാവനാ ഫോൺ ചെയ്തത്. പിറ്റേന്ന് ഇവിടെ നടന്നതെന്താ? പെണ്ണ് കാണൽ ചടങ്ങ്. അതുകൊണ്ട് ദോഷം വല്ലതും ഉണ്ടായോ? ഗുണം എന്തെങ്കിലും ഉണ്ടായോ അമ്മേ? ഹരി, ഗുണം ഉണ്ടായി. ശ്രുതിയെ നിനക്ക് കെട്ടിച്ചു തരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ബാക്കി നടപടികളെ പറ്റി നീയുമായിട്ട് ആലോചിച്ചതാണല്ലോ. ആലോചിച്ചോ? എപ്പോ? ഏകപക്ഷീയമായിട്ട് പറഞ്ഞു, അത്രേ ഉണ്ടായുള്ളൂ. എന്റെ ഭാഗം കേൾക്കാനുള്ള സാവകാശം ആരും കാണിച്ചില്ല. നീ പിന്നെ നിന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവല്ലേ ഹരി? നിന്റെ ഭാഗം എന്താണെന്ന് ഞങ്ങൾ ഊഹിക്കുന്നു. തൽക്കാലം അത് ചെയ്തു തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണവുമുണ്ട്. നിന്റെ നിലപാട് ബാലിശമാണ്. അതിന് ഒരു ന്യായീകരണവും ഇല്ല. ഇങ്ങനൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണോ അമ്മേ എന്നെ നിർബന്ധമായിട്ട് വിളിച്ചു വരുത്തിയത്? അത് വന്നത്തെ പെണ്ണ് കാണൽ പോലെ മറ്റെന്തെങ്കിലും പരിപാടി ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? സമയമാകുമ്പോ പറയാനിരിക്കുവാണോ? അതുവരെ ഒളിച്ചു വയ്ക്കാൻ ഞങ്ങൾക്കെന്താ നിന്നെ പേടിയാണെന്ന് വിചാരിച്ചോ? അതേടാ,
പെണ്ണ് കാണൽ നടത്തിയതുപോലെ ഒരു ചടങ്ങ് നാളെ ഇവിടെ നടക്കും. പ്രഭാര, അച്യുതേട്ടൊന്നും ഉണ്ടായിരുന്നേ. ഇവൻ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. എന്നാ നീ കേട്ടോ, നാളെ നിന്റെ കല്യാണ നിശ്ചയമാ ഈ വീട്ടിൽ വച്ച്. സതിയമ്മ ശ്രുതിയും കൊണ്ട് ഇങ്ങോട്ട് വരും മോനെ. അതെങ്ങനെ ശരിയാവും? എന്താ കുഴപ്പം? ഓരോന്നിനും ഓരോ കീഴ്വഴക്കങ്ങളില്ലേ? കല്യാണം നിശ്ചയമൊക്കെ നടത്തേണ്ടത് പെണ്ണ് വീട്ടുകാരുടെ സൈഡിൽ നിന്നല്ലേ? ഇതിപ്പോ ഒരുമാതിരി രഹസ്യ ഇടപാട് പോലെ. അത്രേ ഉള്ളോ? അതിന് വഴിയുണ്ട്. നമുക്കെല്ലാവർക്കും കൂടെ നാളെ രാവിലെ തൃശ്ശൂർക്ക് അങ്ങ് പോകാം. സതിയമ്മ ഇപ്പോഴേ വിളിച്ചു പറഞ്ഞാ വേണ്ട ഒരുക്കങ്ങൾ നടത്തും. അവരുടെ വീട്ടിൽ വെച്ച് കല്യാണം ഉറപ്പ്. കാര്യങ്ങൾ സിമ്പിളായിട്ട് മതി. ശ്രുതിക്കും സന്തോഷം. ഹരി ഇപ്പൊ ഈ പറഞ്ഞത് വളരെ ന്യായമായ ഒരു കാര്യം. പക്ഷേ എന്താ ഹരി പിന്നെ ഒരു പക്ഷേ? നാളെ തന്നെ തിരക്കിട്ട് നിശ്ചയം നടത്തണമെന്നുണ്ടോ? സമാധാനമായിട്ട് ആലോചിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാലോ. ആരും എവിടേക്ക് ഓടിപ്പോകാൻ പറ്റൂല. ഓടിപ്പോകില്ലെന്ന് എന്താ ഉറപ്പ്? ഇത് ഇവന്റെ അടവാ, പതിവ് അഭ്യാസം. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഞങ്ങൾ തീരുമാനിച്ചത് എന്താണോ കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും. രാവിലെ സതിയമ്മ ശ്രുതി ഇവിടെ എത്തും. നല്ല നേരം നോക്കി വച്ചിട്ടുണ്ട്. സമയമാകുമ്പോ മോതിരം മാറ്റം നടന്നിരിക്കും. കല്യാണം എന്ന് വേണമെന്ന് പിന്നീട് തീരുമാനിക്കാം. ഞാൻ ആ കുട്ടിയുടെ കയ്യില് മോതിരം ഇട്ടല്ല ചടങ്ങ് നടക്കൂ. പ്രഭാര, എന്താ ഇത്? ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? അഹങ്കാരി. നീ എത്ര വാശി പിടിച്ചാലും ഈ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും. എന്താ അമ്മ ഇത്? എന്നോട് ചോദിക്കണ്ട. ഈ കാര്യത്തിൽ ഞാൻ അച്ഛന്റെ കൂടാ. ഇനി കാത്തിരിക്കാൻ പറ്റില്ല. നാളെ വയ്യെങ്കിൽ പറ, നിശ്ചയം എന്ന് നടത്തണം, കല്യാണം എന്ന് നടത്തണമെന്നൊക്കെ. നിന്റെ ഇഷ്ടപ്രകാരമുള്ള തീയതിക്ക് നടത്താം. പറ. ഇവൻ പറയില്ലടി. കാരണം നിന്റെ മോന്റെ മനസ്സിൽ അങ്ങനെ ഒരു തീയതിയും ഇല്ല, അങ്ങനെ ഒരു ദിവസവും ഇല്ല. എന്നാ ഞാനൊരു ദിവസം പറയാം. മറ്റന്നാൾ. നാളെ കല്യാണ നിശ്ചയം നടത്താൻ നീ തടസ്സമായാൽ മറ്റന്നാള് ഹരിക്ക് മറ്റൊരു ചടങ്ങ് നടത്താം. അമ്മയുടെ ശവദാഹം. അമ്മേ, അതിലൊരുങ്ങിക്കോ നീ. അമ്മയ്ക്ക് മാത്രമാക്കണ്ട മോനെ. അച്ഛനും വായിക്കേറിടാൻ തയ്യാറായിക്കോ നീ. പ്രായമായ മക്കൾ കല്യാണത്തിന് മുഖം തിരിക്കുമ്പോ അച്ഛനും അമ്മയും എടുക്കുന്ന ഒരു ആയുധമാണ് ഈ ആത്മഹത്യാ ഭീഷണി. കാലാകാലങ്ങളായി കേൾക്കുന്ന കാര്യമാണെങ്കിലും ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും തന്തയോ തള്ളയോ ആത്മഹത്യ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നീ കേട്ടിട്ടുണ്ടോ? എന്ന് കരുതി പ്രഭാകരന്റെയും രേണുകയുടെയും കാര്യത്തിൽ ലാഘവബുദ്ധിയോടെ നീ ഈ വിഷയം കാണണ്ട. നമ്മുടെ കുടുംബത്തിൽ ഇന്നത്തെ പോലൊരു സംഭവം ആദ്യമായിട്ടാ. ഒരിക്കൽ താലികെട്ട് വരെ എത്തിയതാ നിന്റെ കല്യാണം. അന്നത് മുടങ്ങിയപ്പോ നിന്റെ അച്ഛനും അമ്മയും വല്ലാതെ വിഷമിച്ചു കാണും.
എങ്കിലും തളർന്നു പോയില്ല. കാരണം എന്താ? അവർക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ടായിരുന്നു. ഒന്ന് നടന്നില്ലെങ്കിലും മറ്റൊന്ന് നടക്കുമെന്ന്. ആ പ്രതീക്ഷയുടെ ചോട്ടിലാ ഇപ്പൊ നീ കോടാലി വെച്ചിരിക്കുന്നത്. അവരത് സഹിക്കുവോ? അച്ഛനും അമ്മയും അവരിലൂടെ മാത്രം ചിന്തിക്കുന്നു. അമ്മ അവനും അത് തന്നെ ചെയ്യുന്നു. എന്റെ ഭാഗത്തുനിന്ന് ആരും ഒന്നും ആലോചിക്കാത്ത എന്താ? നിന്റെ ഭാഗം എന്താ? പറ, കേക്കട്ടെ. കാഷായവും കമണ്ടലുമായി നീ സന്യസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലേ? അതോ വേറൊരുത്തന്റെ ഭാര്യയായി ജീവിക്കുന്ന നന്ദനയെ പിടിച്ചോണ്ട് വന്ന് താലി കെട്ടാൻ പരിപാടിയുണ്ടോ? ആ പെണ്ണിന്റെ പേര് കേട്ടപ്പോ നീ എന്തിനാ തുറച്ചു നോക്കുന്നത്? പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രശ്നം മുഴുവൻ അവളെ ചുറ്റിപ്പറ്റിയാണല്ലോ. എന്നോട് പറ, വല്ല അണ്ടർസ്റ്റാൻഡിങ്ങും നന്ദനയും നീ തമ്മിലുണ്ടോ? അമ്മാവൻ എന്തൊക്കെയാ പറയുന്നത്? എന്നാ നീ പറ. നിന്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാ ഞങ്ങൾക്കൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറ. എങ്കിലല്ലേ നിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്കൂടി ചിന്തിക്കാൻ പറ്റൂ. എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു, ഒരു കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇത് നിനക്ക് മാത്രം തൃപ്തികരമായ മറുപടിയാ. 1.5 കൊല്ലമായി നീ ഇത് തന്നെ ആവർത്തിക്കുന്നു. പിന്നെ പ്രായമേ കുറഞ്ഞു വരികയല്ല, കൂടി വരിക. നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്കും. അത് ഓർമ്മ വേണം. ഇന്നൊരു ആവേശത്തിന്റെ പുറത്ത് രേണുക പറഞ്ഞു അവൾ ജീവൻ എടുക്കാൻ മടിക്കില്ലെന്ന്. പ്രഭാകരൻ അത് ഏറ്റുപിടിച്ചു. അവരങ്ങനെ ചെയ്യുന്നവരല്ല. എന്നാലും മനുഷ്യരാ. ഒരു ദുർബല നിമിഷത്തിൽ വല്ല കടുങ്കയും ചെയ്യാൻ തോന്നിയാലോ? ഞാനൊരു സാധ്യത പറഞ്ഞതാ. ലോകത്ത് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്യുതമാവൻ പറ. ഉള്ളിലെ ചൂടുകൊണ്ട് ഉഷ്ണിച്ച് നിൽക്കുകയാണ് പ്രഭാകരനും രേണുകയും. തൽക്കാലം അവരെ ഒന്ന് തണുപ്പിക്കേ, അത്രയും മതി. എങ്ങനെ? എടാ, നിശ്ചയമെങ്കിൽ നിശ്ചയം. ഒരു മോതിരം മാറുന്നത് കൊണ്ട് എന്ത് തകരാറുണ്ടാകാനാ? പിന്നത്തെ കാര്യം പിന്നെ. എന്നാലും അമ്മാവാ. ഓ ശടാ, എടുപിടിയുന്ന കല്യാണം ഇല്ലല്ലോ. നാളെ ഒരവസരത്തിൽ എല്ലാം കലങ്ങി തെളിഞ്ഞ് മറ്റൊരു വഴി ഉണ്ടായിക്കൂടെ? അതുവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മോനൊന്ന് നിന്നു കൊടുക്കുന്നു. ഒരു കോംപ്രമൈസ്, അത്രേ ഉള്ളൂ. അപ്പൊ സമ്മതിച്ചേ? നാളെ കാണാം കേട്ടോ. ആ പിന്നെ മഞ്ഞു കൊള്ളാതെ പോയി കിടക്കാൻ നോക്ക്. ആ ആ. വാ മോളെ. അച്ചോട്ടാ, ഇതേ അവര് വന്നു കേട്ടാ. അതിരാവിലെ പുറപ്പെട്ടുല്ലേ? 6:30 വണ്ടി വന്നു. അമ്പലത്തിൽ കയറിയൊന്ന് തൊഴുതിട്ട് ഞങ്ങളിങ്ങ് പോന്നു. എന്നാ പിന്നെ വാ, കാപ്പി കുടിച്ചിട്ടിരിക്കാം. ഞങ്ങള് ഹോട്ടലിൽ നിന്ന് കഴിച്ചിരണകെ. രാവിലെ 8:30 കാപ്പി കുടിച്ചില്ലെങ്കിലേ ഇവളുടെ സ്വഭാവം അങ്ങ് മാറും. പിന്നെ മുറുമുറുപ്പ് തുടങ്ങും. അത് ശരിയാ. കൃത്യസമയത്ത് ചാപ്പാട് കഴിക്കണം. കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചു കഴിക്കണം. അതിൽ ഒരു നാണക്കേടുമില്ല. ഹരി എവിടെ? അമ്പലത്തിലെങ്ങാനും പോയിരിക്കാണോ? ഇവിടെയുണ്ട്. കേറി വാ. ഹരിയേ, ഇടാ വിരുന്നുകാര് വന്നത് കണ്ടില്ലേ? നീ ഇങ്ങോട്ട് വാ. ഇരുന്നാട്ടെ.
അവൻ മുറിയിലില്ലേ രേണുകെ? ഉണ്ട്. എല്ലാവരുടെയും മുന്നിലേക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ ഒരു ശങ്ക കാണുകയെ. അവൻ വന്നോളൂ വന്ന്. ഒന്ന് വിളിച്ചേ രേണുകെ. ഹരി, അച്ഛൻ വിളിക്കുന്നതേ ഇങ്ങോട്ട് വരാൻ. ഉറങ്ങുമായിരുന്നു തോന്നുന്നല്ലോ. അതെ അതെ, ഇവൻ അവധിക്ക് വന്ന ഇയാൾക്ക് കാലത്തെ ഒരു ഉറക്കമുണ്ട്, ഒരു പൂച്ചമയക്കം. ഓഫീസിൽ ഇതുപോലെയൊക്കെ തന്നെയാണോ? സജീവ് വിളിച്ചിരുന്നു ആന്റി. ഒന്നിടവിട്ട ദിവസം അവൻ ഫോൺ ചെയ്യുന്നത്. ഇനി നാളെ രാവിലെ വിളിക്കും. പയ്യനും പോയി, ഹരി ഇങ്ങ് പോന്നപ്പം അമ്മയും മോളും തനിച്ചായി അല്ലേ? ഓ, അവൻ നാളെ അങ്ങ് തിരിച്ചു ചെല്ലൂല്ലോ. ശ്രുതിയെ കണ്ടിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത്? എപ്പോഴും കാണുന്ന ഒരു തമ്പി വിശേഷിച്ച് എന്ത് പറയാനാ പ്രഭാകര? അല്ലെങ്കിലും മിണ്ടാനും പറയാനും സമയം കിടക്കല്ലേ? അപ്പോഴേ ചടങ്ങ് കഴിഞ്ഞിട്ടാവാം ബാക്കി സംസാരം. എന്താ സതിയമ്മേ? ഹരിയോട് നമ്മൾ ഇന്നലെ വിവരം പറഞ്ഞു സതിയമ്മേ. നിശ്ചയം ശ്രുതിയുടെ വീട്ടിൽ വെച്ച് നടത്താത്തതിന് ഹരിക്ക് പരിഭവമുണ്ട്. ഇവനത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ആലോചിക്കായിരുന്നു. സത്യം പറഞ്ഞ എന്റെ ആഗ്രഹം അതാ. ചെറിയ തോതിലാണെങ്കിലും വീട്ടിൽ വെച്ച് കല്യാണ നിശ്ചയം നടത്തായിരുന്നു. എനിക്ക് പെണ്ണായിട്ട് ഇവളല്ലേ ഉള്ളൂ. കല്യാണം നമുക്ക് വിപുലമാക്കി കളയാൻ സതിയമ്മേ. ഇവിടെ വെച്ച് തീരുമാനിച്ച സ്ഥിതിക്ക് ചടങ്ങ് നടക്കട്ടെ അച്യുതേട്ടാ. സമയം പോകുന്നു. ഓ, സമയത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഇന്ന് ഞായറാഴ്ചയല്ലേ? വൈകിട്ട് 4:30 മുതൽ 6 വരെ രാഹുകാലം. എന്നാ പിന്നെ 4 മണി വരെ നോക്കിയിരിക്കാം. ഓ ഓ, ഈ പ്രഭാകരന്റെ ഒരു പരവേശം. മോതിരം എവിടെ രേണുകെ? എന്റെ കയ്യില. വിശേഷിച്ചൊരു കാർമികൻ ഇല്ലാത്തതുകൊണ്ട് ചാർത്ത് വായനയും മറ്റുമില്ല. കല്യാണ തീയതിയും നമ്മൾ കുറിച്ചിട്ടില്ലല്ലോ. ജോത്സ്യനെ കണ്ട് മുഹൂർത്തം കുറിപ്പിച്ച ശേഷം നമുക്കൊന്നുകൂടി ആ വക കാര്യങ്ങളെ പറ്റി തീരുമാനിക്കാം. ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് മനസ്സുകൊണ്ടൊരു ഉറപ്പിക്കല. ഞങ്ങളുടെ മോൻ ഹരിപ്രസാദും സതിയമ്മയുടെ മകൾ സുധിയും തമ്മിലുള്ള വിവാഹം നടത്താൻ ഇതിനാൽ തീരുമാനിച്ചിരിക്കുന്നു. ഉഭയസമ്മത പ്രകാരം തീരുമാനിക്കുന്നു. പരസ്പര ധാരണ അനുസരിച്ച് വരൻ വധുവിനെ മോതിരം അണിയിക്കുന്നു. മോൾ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ഹരി, അടുത്തോട്ട് നീങ്ങി നിൽക്കേ. മോതിരം മോന്റെ കൈ കൊടുക്ക് പ്രഭാര. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഹരി? ഇപ്പോഴും നിനക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ തന്നെ വൈകിപ്പോയി. ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതെന്നോട് തന്നെ കാണിക്കുന്നൊരു ചതിയായി പോവും. പുതിയ കാര്യമല്ല, പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാ.
ഇതുപോലെ എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയായി ഇതുവരെ ഞാൻ ശ്രുതിയെ കണ്ടിട്ടില്ല. സ്മാർട്ടായൊരു പെൺകുട്ടി, അതാണ് ആദ്യം തോന്നിയൊരു പിക്ചർ. അത്തരത്തിലൊരു ഇഷ്ടമുണ്ട്. ഇന്നലെ ഇവിടെ ഒരു സംസാരം ഉണ്ടായി സതിയാൻറ്റി. അച്ഛനും അമ്മയും പറഞ്ഞത് ഇന്ന് ഈ കല്യാണ നിശ്ചയം നടന്നില്ലെങ്കിൽ അവര് ജീവിച്ചിരിക്കില്ലെന്നാ. രണ്ടുപേരും സൂയിസൈഡ് ചെയ്യും അത്രേ. അവരവരുടെ വാശിയാ വലുത്. അതുകൊണ്ട് ചടങ്ങ് നടക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ ശ്രുതിയുടെ കയ്യിൽ മോതിരം അണിയിക്കാം.